നീലവേണി, കാലം തെറ്റിയുള്ള മഴയാണല്ലോ. നമ്മൾ നിലത്തിൽ വിത്ത് വിതച്ചതേ ഉള്ളൂ. മഴ തുടർന്നാൽ അത് നശിച്ചു പോവും. ഇവിടെ ഇല്ലായ്മയും ദാരിദ്ര്യവും കൊണ്ട് നമ്മൾ പൊറുതി മുട്ടുകയല്ലേ. നിലത്ത് വിതച്ച വിത്താണ് ഭാവിയിൽ ഫലം കൊയ്തെടുക്കാമെന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷയും മഹേശ്വരൻ തെറ്റിക്കുകയാണോ? ആരും ഇല്ല ഇവിടെ. ശിവപാദരാണ്. മാരനായനാരുടെ തറവാട്ടിൽ വരുന്നവരൊക്കെയും ശിവപാദരാണല്ലോ. നല്ല വിശപ്പുണ്ട്, ഭക്ഷണം വേണം. അങ്ങ് അകത്തേക്ക് വന്നാലും നിലവേണി, നീ ആ പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്തു വെക്ക്. വന്നാലും വന്നാലും ഇത് അലക്കി വെച്ച കുപ്പായ അങ്ങ് തല തുവർത്തി നനഞ്ഞ കുപ്പായ മാറ്റി ഇത് ധരിച്ചാലും ദാ. ഇനി പതിവനുസരിച്ച് മഹേശ്വര പൂജ നടക്കണം. അതിന് അങ്ങ് തയ്യാറായാലും. നായനാരെ, മഹാദേവ പൂജ ഏറ്റുവാങ്ങാനൊന്നും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അടിയന്തരമായി വേണ്ടത് വിശപ്പാറ്റാനുള്ള ഭക്ഷണമാണ്. ഭക്ഷണം തരൂ. അങ്ങ് വസ്ത്രങ്ങൾ മാറ്റിയതിനു ശേഷം ഉപവിഷ്ടനായാലും ഭക്ഷണം ഉടനെ കൊണ്ടുവരാം. ഇരുന്നാലും ശിവപാദർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് നാം സമ്മതിച്ചു പോയല്ലോ. ഇവിടെയാണെങ്കിൽ 1 മണി അരി പോലുമില്ല. നമ്മളിനി എന്ത് ചെയ്യും? എത്ര ഭക്ഷണം ദാനം ചെയ്താലും 2 പേർക്കുള്ള ഭക്ഷണമെങ്കിലും അവശേഷിക്കുന്ന ചരിത്രമേ ഈ വീട്ടിലുണ്ടായിട്ടുള്ളൂ. ഇങ്ങന്റെ അവസ്ഥ ഇതുവരെ വന്ന് ഭവിച്ചിട്ടില്ല. വിശന്ന് തളർന്ന ശിവപാദർ ഭക്ഷണവും കാത്തിരിക്കുക. ഭക്ഷണം നൽകിയില്ലെങ്കിൽ ഇളയകുടി നായനാരുടെ തറവാട്ടിൽ ശിവപാദർക്ക് ജലപാനം പോലും ഇല്ലാന്ന് നാട്ടിൽ വാർത്ത പരക്കും. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഭക്ഷണത്തിനുള്ള മാർഗം അങ്ങ് കണ്ടെത്തിയേ തീരൂ. ഞാൻ പത്തായപ്പുര ചെന്ന് നോക്കാം. പാടത്ത് വിതയ്ക്കാൻ വച്ചിരിക്കുന്ന വിത്ത് മിച്ചമുണ്ടെങ്കിൽ ഞാനതിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാം. വിതയ്ക്കാൻ വച്ചിരിക്കുന്ന നെല്ലെടുത്താൽ ഇനി പ്രമാണിയുടെ വക പഴി കേൾക്കേണ്ടി വരുമോ? എന്നാലും മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നാൽ അത് തന്നെ ആശ്രയം. എന്താ നെല്ലുമായിട്ട് ഞാൻ ഉടനെ വന്നേക്കാം. ക്ഷമിക്കണം ശിവപാദരെ, ആഹാരം പാകമാകാൻ അല്പസമയം കൂടി വേണ്ടിവരും. അതുവരെ അങ്ങ് ക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെ ആവട്ടെ. അതിനു മുമ്പ് ആചാരപ്രകാരമുള്ള മഹേശ്വര പൂജ ചെയ്യാൻ അനുവദിക്കണം. ശരി, ആചാരങ്ങളൊന്നും മുടക്കണ്ട.
വരാന്ന് പറഞ്ഞു പോയിട്ട് നേരം എത്രയായി? ക്ഷമ കെട്ടിരിക്കുന്ന ശിവപാദരോട് ഇനി എന്ത് സമാധാനം പറയും? മഹേശ്വര, ഭഗവാനെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണേ. നിലവേണി, നില്ല, പെട്ടെന്ന് ഉമി കളഞ്ഞ് അരിയാക്കി എടുക്ക. അതെ, അടുപ്പ് കത്തിക്കാൻ വിറകൊന്നുമില്ല. എല്ലാം മഴയത്ത് നനഞ്ഞു കുതിർന്നു. എവിടെന്നെങ്കിലും കുറച്ച് വിറക് തൽക്കാലത്തേക്ക് കിട്ടിയേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, മച്ചീന്ന് കുറച്ച് പട്ടിയിൽ പൊടിച്ചെടുക്കാം. നീ അത് വേഗം ശരിയാക്ക. നല്ല വിശപ്പുണ്ടല്ലേ? മതി വരുവോളം ഭക്ഷണം കഴിച്ചോളൂ. വിശന്ന വയറുമായി ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു ശിവപാദർക്ക്. അതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന ഭക്ഷണമാണ് ഏറെ വിശേഷമായിട്ടുള്ളത്. മഹാദേവന് നിവേദ്യം അർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിലല്ലേ നിങ്ങൾ ഭക്ഷണം തരുന്നത്? അതെ. അപ്പൊ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. കഴിക്കണം.
മെനക്കെട്ടുണ്ടാക്കിയ ഭക്ഷണമാണ്. അങ്ങക്ക് ഇഷ്ടപ്പെട്ടു ആവോ? ഇഷ്ടപ്പെടുമല്ലോ. വിത്തിന്റെ അരി കൊണ്ടുണ്ടാക്കിയ അന്നമല്ലേ. ബഹുകേമം. അത് ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. വിത്തിനുള്ള നെല്ല് ശേഖരിച്ചു വന്ന് അന്നമൊരുക്കുക, വിറകിനായി മച്ചിന്റെ പട്ടിക പൊളിക്കുക. നിങ്ങളുടെ അസാമാന്യമായ അതിഥി സൽക്കാര താൽപര്യത്തിനു മുന്നിൽ ഞാൻ നമിച്ചു പോകുന്നു. നായനാരുടെ പത്നി നടത്തിയ മഹേശ്വര പൂജയിലും ഏറെ മതിപ്പാണ് എനിക്ക്. നിങ്ങൾക്ക് മഹേശ്വരന്റെ അനുഗ്രഹമുണ്ടാകും. അതിഥികൾക്ക് അന്നമൊരുക്കാനുള്ള വകയും മറ്റ് സൗഭാഗ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് സുലഭമായി കൈവരാൻ പോകുന്നു. യാത്രാനുമതി നൽകിയാലും. അനുഗ്രഹിക്കണം ശിവപാദരെ. ഭഗവാനെ, ശ്രീ പരമേശ്വര, പരമപ്രഭോ, പാർവതീ സമേതനായി വന്ന് അങ്ങ് ഞങ്ങൾക്ക് ദർശനം നൽകിയല്ലോ. മഹാദേവ, ജഗദംബികെ പ്രണാമം. എഴുന്നേൽക്കൂ ഭക്ത. മാരനായനാരെ, ശിവപാദരായി വന്ന് അങ്ങയെ പരീക്ഷിച്ചത് നാം ആണെന്ന് മനസ്സിലായില്ലേ? ശിവപാദന്മാരെ നാമായി കണ്ട് മഹേശ്വര പൂജ നടത്തുന്ന മഹാപുണ്യാത്മാക്കളായ മാരനായനാർക്കും പത്നിക്കും ദർശനം നൽകാനായതിൽ നമുക്കും ചാരിതാർത്ഥ്യമുണ്ട്. ദേവി, നാം പറഞ്ഞില്ലേ, ഒരു പരീക്ഷണത്തിൽ കൂടി മാരനായനാർ വിജയിച്ചാൽ ഇവരുടെ ദാരിദ്ര്യ ദുഃഖം അകലുമെന്ന്. അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. മംഗളം ഭവിക്കട്ടെ. തൃക്കടയൂരപ്പ, മഹേശ്വര, അങ്ങയ്ക്കും ജഗദംബയായ പാർവതീ ദേവിക്കും നന്ദി പറയാനാണ് ഞങ്ങൾ വന്നത്. അങ്ങ് പാർവതീ സമേതനായി ഈ ഉള്ളവർക്ക് ദർശനം തന്നല്ലോ. ഞങ്ങളുടെ ദാരിദ്ര്യ ദുഃഖവും നിവാരണം ചെയ്തല്ലോ. നന്ദി ഭഗവാനെ, നന്ദി. ധനാഭിവൃദ്ധിയുള്ള ഞങ്ങൾ ഇനി ജീവിതാന്ത്യം വരെ മഹേശ്വര പൂജ തുടർന്നുകൊണ്ടേയിരിക്കും. അനുഗ്രഹിക്കണേ ഭഗവാനെ.
മീനാക്ഷി. നായനാർ സൗമ്യയും ചേച്ചി ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. അതെ കുട്ടി, ഞങ്ങളിന്ന് സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും പാരമ്യതയില. മീനാക്ഷി ഞങ്ങൾക്ക് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചതിന്റെ ഫല. ഞങ്ങളുടെ ജീവിതാന്ത്യം വരെ ഞങ്ങളത് മറക്കില്ല. പിന്നെ മീനാക്ഷിയെ കണ്ട് നന്ദി പറയാൻ കൂടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നെ കണ്ട് നന്ദി പറയാനോ? എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? മീനാക്ഷി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ തിരുമേനിയോട് ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടും ഉണ്ട്. മീനാക്ഷി ദർശനം ശിവപാർവതി ദർശനത്തിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ തിരുമേനിക്ക്? മീനാക്ഷിയുടെ വാക്കുകൾ സത്യമായി ഭവിച്ചു. മീനാക്ഷിയുടെ നാവ് പൊന്നാണ് തിരുമേനി. ഞങ്ങളുടെ തറവാട്ടിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ദിവ്യ ദർശനം നൽകിയിരിക്കുന്നു. സാക്ഷാൽ ഉമാമഹേശ്വരന്മാർ. ഞങ്ങളുടെ ദാരിദ്ര്യ ദുഃഖത്തിനും പരിഹാരമായി. ഇനി തറവാട്ടിൽ വരുന്ന പുരുഷന്മാരായ ശിവപാദന്മാർക്ക് ഇദ്ദേഹം മഹേശ്വര പൂജ ചെയ്ത് ആദരിക്കും. സ്ത്രീകൾക്ക് ഞാൻ പാർവതി പൂജയും ചെയ്യും. വളരെ നന്നായി. നിങ്ങൾ ഇരുവരും ഹേതുവായി ഈ ഭൂമി പുണ്യാത്മാക്കളെ കൊണ്ട് നിറയട്ടെ. നിങ്ങൾ ക്ഷേത്രത്തിൽ വന്നതും മീനാക്ഷിയെ പരിചയപ്പെട്ടതും മീനാക്ഷിയുടെ നാവിൽ നിന്നും സമീപഭാവിയിൽ നടക്കാൻ പോകുന്ന സത്യവാക്കുകൾ പുറത്തു വന്നതുമൊക്കെ തൃക്കടയൂരപ്പന്റെ ലീലാവിലാസങ്ങളാണ്. ശംഭോ മഹാദേവ. നിങ്ങൾ വരൂ, ഞാൻ പ്രസാദം നൽകാം. അമ്മായി, ശിവകാമി. ആഹാ, നാത്തൂനോ? എവിടെ അമ്മായി? അമ്മായി, അമ്മ പുറത്തു പോയിരിക്കുക. തറവാട്ടിലൊരു ശുദ്ധികലശം നടത്താൻ. ഏത് നിമിഷവും മണിമേഖല ചേച്ചി എത്തുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. ചേച്ചിയുടെ വരവും പ്രതീക്ഷിച്ച് അമ്മ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എവിടെ എന്റെ പുരുഷനെ തട്ടിയെടുത്ത പതിവ്രതാരത്നം മീനാക്ഷി? അമ്പലത്തിൽ പോയിരിക്കുക, അവളുടെ പുണ്യ കൂമ്പാരക്കെട്ട് നിറയ്ക്കാൻ. പുണ്യ കൂമ്പാര കെട്ടുകളൊക്കെയും പാപ കൂമ്പാര കെട്ടുകളാക്കി മാറ്റാൻ കച്ചകെട്ടി വന്നിരിക്കുക ഈ മണിമേഖല. അവളെ പുകച്ച് പുറത്തു ചാടിക്കാൻ അമ്മായിയും ശിവകാമിയും ചേർന്ന് നടത്തിയ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടില്ലേ? അവളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താനുള്ള ഭീകര അവതാരമാണ് ഈ മണിമേഖല. പ്രതിരോധത്തിന്റെ കനത്ത മതിലുകൾ ഏതും തകർത്ത് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അവൾക്ക് മുന്നിൽ ഇതുവരെ രൂപപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. ആ പഴുതടയ്ക്കാനുള്ള ശ്രമത്തിലാ ഞാനും അമ്മയും പരാജയപ്പെടുന്നത്. പതനത്തിൽ നിന്നും അവളെ കരകയറ്റാൻ ഏതോ ഒരു അജ്ഞാത ശക്തി ഈ തറവാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന സത്യം ഞാനും മനസ്സിലാക്കുന്നു ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നും. നരകയാതന അനുഭവിച്ചും ജീവിച്ചിരിക്കുന്ന മീനാക്ഷി ആവരുത് നമ്മുടെ ലക്ഷ്യം. മീനാക്ഷിയുടെ ഉന്മൂല നാശം. അതാവണം ഇനിയുള്ള ലക്ഷ്യം. അതിന് തന്ത്രങ്ങൾ മെനഞ്ഞ് ഞാൻ മുന്നിൽ നിൽക്കും.
നിങ്ങൾ പിന്തുണയുമായി ഒപ്പം നിന്നാ മതി. ഞങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവും.